ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കൊടുത്തുവ അന്വേഷിച്ച് ഇറങ്ങിയിരിക്കുകയാണിന്ന് കറി വെക്കാൻ വേണ്ടിയിട്ട്. കൊടുത്തുവ ഒരു കടിക്കണ ആളാണെങ്കിലും കറി വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു കുഴപ്പമുണ്ടാവില്ല. ഇവിടെ കാര്യം കേൾക്കണം നിങ്ങൾക്ക്. കൊടുത്തുവ പറിക്കാൻ വേണ്ടിയിട്ട് വന്നിക്കാണെന്ന് നോക്കുമ്പോൾ കൊടുത്തുവളെ ഒന്നിനും കാണാനില്ല. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഞങ്ങൾ കുറേ തിരഞ്ഞു. അവസാനം കിട്ടിയിട്ടുണ്ട് 2 കൊടുത്തുവനെ. പിന്നെ കൊടുത്തുവ കാണാനില്ല. അപ്പോൾ നമുക്ക് കൊടുത്തുവ മാറ്റിയിട്ട് നമുക്ക് വേറെ ആക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇംഗ്ലീഷ് മുരിങ്ങ ഉണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് മുരിങ്ങ പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് മുരിങ്ങയും പിന്നെ കുമ്പളത്തിൻ്റെ ഇലയും പയറിൻ്റെ ഇലയും പിന്നെ ഇപ്പം എന്താ കൊടുത്തുവടെ കുറച്ച് മാത്രമേ ഇല കിട്ടിയിട്ടുള്ളൂ. അതും പിന്നെ എന്തിൻ്റെ ഇലയാണ് അത് മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ അതൊക്കെ പറിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അത് നന്നായി കഴുകണം. അപ്പോൾ അത് വൃത്തിയായി നമുക്ക് കഴുകിയിട്ട് എന്ത് ചെയ്യാം, കറി വെക്കാം. അപ്പോൾ കഴുകുമ്പോൾ എല്ലാവരും സൂക്ഷിക്കേണ്ട ഒരു കാര്യം, കൊടുത്തുവ ഉണ്ടെങ്കിൽ ഗ്ലൗസ് ഉള്ളവർ ഗ്ലൗസ് ഇട്ടോളി, അല്ലാത്തവർ വല്ല കവറും കെട്ടിക്കോളി. എൻ്റെ അടുത്ത് ഗ്ലൗസ് ഇല്ല, അപ്പോൾ ഞാനൊരു കവറാണ് കെട്ടിക്കണത്. നല്ല കടിക്കും കയ്യുമ്മ. അപ്പം ഇനി നമുക്കത് എന്താക്കാം, നേരെ ഇങ്ങനെ വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ എനിക്ക് കിട്ടിയ കൊടുത്തുവ ഇല്ല, എന്നാലും കിട്ടിയ കൊടുത്തുവ നോക്കാം. വയസ്സായവരാ, ഓരോ കുട്ടികളൊക്കെ എവിടേക്ക് പോയി ആവും. അപ്പോൾ കൊടുത്തുവ വൃത്തിയാക്കുമ്പോൾ കയ്യുമ്മ കവർ കെട്ടിക്കോളി കേട്ടോ. പിന്നെ നമുക്കതൊക്കെ വൃത്തിയാക്കിയിട്ട് ഇതാ അങ്ങോട്ടൊക്കെ ഞങ്ങൾ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി അത് നല്ല കഴുകിയിട്ട് ഓട്ടപാത്രത്തിലാക്കിയിട്ട് നമുക്ക് വാർക്കാൻ വെക്കാം. ആ വെള്ളമൊക്കെ വാർന്ന് പോയിക്കോട്ടെ. ഇനി ഇത് വെക്കാൻ വളരെ സിമ്പിളാട്ടോ. ഇത് നമുക്ക് വെറുതെ കഞ്ഞിവെള്ളത്തിൽ വെക്കാൻ വളരെ എളുപ്പമാണ്. സിമ്പിൾ പരിപാടിയാണ്. കഴുകി നേരാക്കിയിട്ട് ഞാനിത് അവിടെ ഇങ്ങനെ വെച്ചിക്കണം. ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞുണ്ടാക്കണം. ഇംഗ്ലീഷ് മുരിങ്ങ അങ്ങനെ അരിഞ്ഞാൽ മതി, മറ്റേതൊക്കെ ഇങ്ങനെ പിച്ചി പറിച്ചാൽ മതി. അപ്പോൾ അതാ ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കഞ്ഞിവെള്ളമാണ് ഒഴിക്കുന്നത്. കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് 2 കല്ല് ഉപ്പിടുക. കുറച്ച് ഉപ്പിട്ട് ഞാൻ ഒരു പച്ചമുളകും കീറിയിട്ട് അതിലേക്ക് ഇട്ട് അത് തിളച്ചിട്ട് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഈ നുറുക്കിണ്ടാക്കി വെച്ചിട്ടുള്ള ഇലകളില്ലേ അത് അതിലേക്ക് ഇടുക. അതാ നമുക്ക് കുറച്ചീച്ചായിട്ട് ഇലകൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാലേ നമ്മളെ മുരിങ്ങടലൊക്കെ വെച്ച ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അങ്ങനെ കഞ്ഞിവെള്ളത്തേക്ക് ഉപ്പും പച്ചമുളകൊക്കെ ഇട്ട് അതിലേക്ക് നമ്മളെ ഇലയൊക്കെ ഇട്ട് വേവിച്ച് ലേശം എന്താ പറയുക വെളിച്ചെണ്ണ അങ്ങനെ ഇതാക്കി കൊടുത്താൽ നല്ല രസം ഉണ്ടാവും തിന്നാൻ. ഇപ്പോൾ ഇത് നിങ്ങളെ വീട്ടിലൊക്കെ കുമ്പളത്തിൻ്റെ ഇലയൊക്കെ ഉണ്ടെങ്കിൽ വെച്ച് നോക്കി. അപ്പോൾ ഞാനത് അതിലിട്ടു. ഞാൻ നല്ലോണം തിളച്ചിട്ട് ഒന്നും വന്നോട്ടെ, നമുക്ക് അടച്ച് വെക്കാം. അപ്പോൾ നമ്മുടെ ഇലയൊക്കെ ഏകദേശമൊക്കെ വെന്തിട്ടുണ്ടാകും. കുറച്ച് സമയം മാത്രം മതി ഇത് വെന്ത് കിട്ടാൻ. അപ്പോൾ അതാ നമ്മുടെ സംഭവം ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ തിളച്ച് വരുമ്പോൾ നല്ല ഒരു മണം ഇങ്ങനെ വരുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് സ്റ്റൗ ഓഫാക്കിയിട്ട് ലേശം വെളിച്ചെണ്ണ ഒറ്റിച്ച് കൊടുക്കാം. ഇനി നമ്മൾ ചോറ് കഴിക്കുമ്പോൾ ഇത് കൂട്ടി ചോറ് തിന്നാം. അപ്പം നമുക്ക് ചോറ് കഴിക്കണതാണ് കേട്ടോ. അപ്പോൾ ചോറിന് ഇന്ന് ഞങ്ങൾക്ക് കറിയായിട്ടുള്ളത് തേങ്ങ അരച്ചിട്ടുള്ള പുളിങ്കറിയാണ്. നമ്മൾ ഇന്ന് എന്താ പറയുക, കൊടുത്തുവ കറി വെക്കാമെന്ന് വിചാരിച്ച് തിരഞ്ഞു പോയിട്ട് നമുക്ക് കിട്ടിയത് എല്ലാ ഇലയും കൂടിയാണല്ലേ. അപ്പോൾ കണ്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ പിടിക്കുക എന്നല്ലേ. അപ്പോൾ ഞങ്ങൾക്ക് പുളിങ്കറി ഉണ്ട്,
അതുപോലെ ഉണക്കമുള്ളം പൊരിച്ചത്, ബീട്രൂട്ട് ഉപ്പേരിയാണ് പിന്നെ ഉള്ളത്. പിന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ കറിയുണ്ട്. ഉപ്പേരി പോലെ ഉണ്ടാക്കാനാണ് ഞാൻ വിചാരിച്ചതെങ്കിലും കറിയായിപ്പോയി അത്. ഇലക്കറിയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിലും ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ.